മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്കൊപ്പം മലയാളികൾ മനസ്സിലേറ്റിയ ആ തറവാട്ടു വീട് നട്ടുച്ചയുടെ ചൂടിലും കുളിർ മഴയിലും മരം കോച്ചുന്ന തണുപ്പിലുമൊന്നും ഒരു നിറവ്യത്യാസം പോലുമില്ലാതെ കൂടുതൽ മനോഹരമായി ഇന്നും നിൽക്കുകയാണ് നമ്മുടെ കൊച്ചിയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്ന തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ്. ചരിത്രപ്രേമികൾക്കിത് കൊച്ചി രാജാക്കന്മാരുടെ ഭരണകേന്ദ്രവും കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും ഒക്കെയാണെങ്കിൽ സിനിമാ പ്രേമികൾക്കിത് നാഗവല്ലി ആടിത്തിമിർത്ത ഇടമാണ്. മൺചിത്രത്താഴ് സിനിമയുടെ ഭൂരിഭാഗം ചിത്രീകരണങ്ങൾക്കും ലൊക്കേഷനായ ഹിൽ പാലസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മെയിൻ റോഡിൽ നിന്നും ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇടതുവശത്ത് ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് പാലസിനുള്ളിലേക്കുള്ള യാത്ര തുടങ്ങാൻ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കയറാവുന്നതാണ്. കൊട്ടാരത്തിനടുത്തെത്തുമ്പോൾ പാദരക്ഷകൾ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡ് നമുക്ക് കാണാം. അപ്പോൾ ഈ സൈഡിലുള്ള നടപ്പാതയിലൂടെ പോയി അറ്റത്തുള്ള ക്ലോക്ക് റൂമിൽ നമ്മുടെ ചെരുപ്പുകൾ വെച്ചതിന് ശേഷം തിരികെ വന്ന് നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാം. മണിച്ചിത്രത്താഴ് മാത്രമല്ല, മൂന്നാം മുറ, പിൻഗാമി, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, ഛോട്ടാ മുംബൈ തുടങ്ങിയ ഒട്ടേറെ ജനപ്രിയ സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നത് തൃപ്പൂണിത്തുറയിലെ ഈ ഹിൽ പാലസ് ആണെന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കൊച്ചിയിലെ പഴക്കം ചെന്ന ചരിത്ര നിർമ്മിതികളിൽ ഒന്നായ ഇവിടം പരമ്പരാഗത വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ റോഡിൽ നിന്നും അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കുന്നിന്മേലുള്ള കൊട്ടാരം എന്നർത്ഥം വരുന്ന ഹിൽ പാലസ് എന്ന പേര് വന്നത്. 1865 ഈ കൊട്ടാര സമുച്ചയം പണി കഴിപ്പിക്കുന്നത്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തന്റെ സ്വന്തം പണം ഉപയോഗിച്ചാണ് ഹിൽ പാലസ് നിർമ്മിച്ചതെന്നാണ് ചരിത്രം. കൊച്ചി രാജ്യത്തിന്റെയും പിന്നീട് കേരളത്തിന്റെയും ചരിത്രത്തെ സ്വാധീനിച്ച ഇവിടം രാജകുടുംബം കേരള സർക്കാരിന് കൈമാറി. 1980 പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. പിന്നീട് മ്യൂസിയമാക്കി മാറ്റിയ ഇത് 1986 പൊതുജനങ്ങൾക്കായി തുറക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് മ്യൂസിയമാണ് ഈ കൊട്ടാരം. ഹിൽ പാലസ് മ്യൂസിയത്തിൽ 18 ഗാലറികളാണ് കേരള പുരാവസ്തു വകുപ്പ് പരിപാലിക്കുന്നത്. ഇവിടെയാണ് കിരീടം ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിട്ടുള്ളത്. 54 ഏക്കർ സ്ഥലത്തായി 49 കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഇതിനുള്ളിൽ കൊച്ചി രാജവംശത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൊച്ചി മഹാരാജാവിന്റെ സ്വർണ്ണ കിരീടം മുതൽ സിംഹാസനം, അക്കാലത്തെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചുവർ ചിത്രങ്ങൾ, പെയിന്റിങ്ങുകൾ, പാത്രങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായി സാധിക്കും. കൊട്ടാരത്തിലെ ക്യാബിനറ്റ് ഹാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാത്തിനെ കുറിച്ചും വളരെ വ്യക്തമായും വിശദമായും തന്നെ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗൈഡിന്റെ സഹായം ഇല്ലെങ്കിലും നമുക്കെല്ലാം വായിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. 1914 സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. രണ്ട് കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് പോലത്തെ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തരത്തിലുള്ള കലാവിരുതുകളുടെയും പ്രദർശനത്തിനായി ഇതിനകത്തെ മുറികൾ പലതായി തിരിച്ചിട്ടുണ്ട്. ഓരോ മുറികളും നമുക്ക് ഓരോ തരത്തിലുള്ള അറിവുകളും അനുഭവങ്ങളുമാണ് പകർന്നു നൽകുന്നത്. ചങ്ങലയും കയറുമടക്കം പൂർണ്ണമായും തടിയിൽ തീർത്ത ഈ ആനയുടെ കൊമ്പുകൾ ഒറിജിനൽ ആയിട്ടുള്ള ആനക്കൊമ്പുകളാണ്. കൊച്ചി രാജ്യത്തിന്റെ ഔദ്യോഗിക തലസ്ഥാനം മുമ്പ് തൃശ്ശൂരിലായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അമ്മ വഴി അധികാര കൈമാറ്റം നടക്കുന്നതിനാൽ കൊച്ചി രാജ്ഞിയുടെ ഇരിപ്പിടം രാജകീയ തലസ്ഥാനമായി കണക്കാക്കിയിരുന്നു. 1755 മുതൽ രാജ്ഞിയും പരിവാരവും തൃപ്പൂണിത്തുറയിൽ താമസിക്കാൻ ആരംഭിച്ചു. കൊച്ചി നഗരത്തെ ഔദ്യോഗിക തലസ്ഥാനവുമാക്കി. രാജകുമാരൻ രാമവർമ്മയും തൃപ്പൂണിത്തുറയിലായിരുന്നു വളർന്നത്. രാജാവായി കിരീടധാരണത്തിന് ശേഷവും
കൊച്ചിയിൽ താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ കൊട്ടാരവും അനുബന്ധ കെട്ടിടങ്ങളും നിർമ്മിച്ചത്. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ ഇവയെല്ലാം നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണുവാനായി സാധിക്കും. കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും അതുപോലെ പണ്ടുകാലത്ത് ഇവിടെ നിലനിന്നിരുന്ന ആചാരങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കൊച്ചി രാജവംശത്തിലെ ഓരോ കാലഘട്ടത്തിലെയും ഭരണാധികാരികളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം ചിത്രങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ചുറ്റും റോഡുകളും വൻമരങ്ങൾ നിറഞ്ഞ വലിയ തോട്ടവും വലയം ചെയ്യുന്നതാണ് ഈ കൊട്ടാര വളപ്പ്. പുരാതന കേരളീയ വാസ്തുവിദ്യയും വിദേശ ശൈലിയും ഒത്തുചേർന്നതാണ് നിർമ്മാണ രീതി. തട്ടുതട്ടായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. 54 ഏക്കറിൽ പരന്നുകിടക്കുന്ന പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങൾ ഈ കൊട്ടാര സമുച്ചയത്തിൽ ഉണ്ട്. ഇവിടത്തെ കെട്ടിടങ്ങളിൽ അമ്മത്തമ്പുരാൻ കോവിലകം, ഊട്ടുപുര, ഡച്ചുകാരുടെ കാലത്ത് നിർമ്മിച്ച കളിക്കോട്ട പാലസ്, മണിമാളിക, പുരാവസ്തു മ്യൂസിയം, ചരിത്ര പാർക്ക്, മാൻ പാർക്ക്, ഉദ്യാനം, ഔഷധത്തോട്ടം എന്നിവയും കാണാം. മഹാരാജാവിന്റെ സ്വർണ്ണ കിരീടമാണ് ഇവിടത്തെ മറ്റൊരു പ്രധാന ആകർഷണം. പോർച്ചുഗൽ രാജാവ് കൊച്ചി മഹാരാജാവിന് സമ്മാനിച്ചതാണ് ഈ കിരീടം. ഇതിന് ഏകദേശം 1.25 കിലോയോളം ഭാരം വരും. കൊച്ചി രാജകുടുംബത്തിന്റെ കിരീടവും ആഭരണങ്ങളും ഉൾപ്പെടെ അമൂല്യമായ ഒട്ടനവധി വസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാലിയം ദേവസ്വത്തിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും നിരവധി അമൂല്യമായ കല്ലുകളും വിലപിടിപ്പുള്ള നാണയങ്ങളും ആഭരണങ്ങളും കിടക്കകളും എപ്പിഗ്രാഫി സാമ്പിളുകളുമെല്ലാം ഇതിലുണ്ട്. കിരീടവും ആഭരണങ്ങളുമെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാനുള്ള പെർമിഷൻ നൽകുന്നതല്ല. ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നുമെല്ലാം കൊണ്ടുവന്ന 200ഓളം കളിമൺ പാത്രങ്ങളും സെറാമിക് അലങ്കാര പാത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയൊക്കെ തടിയിൽ തീർത്ത മിനിയേച്ചർ രൂപങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കൃത്യതയോടെ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഈ മിനിയേച്ചർ രൂപങ്ങളിൽ. ഇനി പാലസിന്റെ പുറം കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഈ വഴിയിലൂടെ നേരെ പോയാൽ നമ്മൾ എത്തുന്നത് ഒരു കുളക്കടവിലേക്കാണ്. കൊട്ടാര വളപ്പിൽ അങ്ങിങ്ങായി ചെറിയ കെട്ടിടങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലൊരു കെട്ടിടത്തിൽ നമുക്ക് ഇതുപോലെ കല്ലിൽ കൊത്തിയെടുത്ത നിരവധി വിഗ്രഹങ്ങളും മനോഹരമായ ശില്പങ്ങളുമെല്ലാം കാണുവാനായി സാധിക്കും. ഹിൽ പാലസിന്റെ പരിസരവും ഏറെ മനോഹരമാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ മാനുകളുടെ പാർക്കും ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഉണ്ട്. നിരവധി മരങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം അടങ്ങിയതാണ് പാലസിന്റെ പരിസരം. തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ സന്ദർശിക്കാം. കാലമിത്ര കഴിഞ്ഞാലും ഹിൽ പാലസ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. നാനാ ദിക്കുകളിൽ നിന്നും ഒരുപാട് ആളുകളാണ് ഈ ചരിത്ര നിർമ്മിതി കാണാനായി ഇവിടെ എത്തുന്നത്.
കുട്ടികൾക്ക് കൗതുകം ഇവിടുത്തെ മാൻ പാർക്കാണെങ്കിൽ മുതിർന്നവരെ ആകർഷിക്കുന്നത് ഇതിന്റെ നിർമ്മിതിയും കാഴ്ചകളും തന്നെയാണ്. എന്തായാലും കൊച്ചി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇടമായി ഹിൽ പാലസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിന്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മുകേഷ്.